നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയ്ക്ക് മുന്നോടിയായിട്ടുള്ള അർജന്റീനയുടെ ട്രെയിനിങ് ക്യാമ്പ് മയാമിയിൽ പുരോഗമിക്കുന്നു. ഇപ്പോൾ ഫുൾ സ്ക്വാഡായിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് ഫ്രാങ്കോ അർമാനിയും അതുപോലെ ഗോൺസാലും മൊണ്ടിയിലും ടീമിനോടൊപ്പം ജോയിൻ ചെയ്തു. ഇപ്പോൾ ഫുൾ സ്ക്വാഡും കൊണ്ടാണ് അർജന്റീന ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇക്വഡോറിനെതിരെയാണ് അവരുടെ അടുത്ത സൗഹൃദ മത്സരമുള്ളത്. കോപ്പ അമേരിക്കയ്ക്കുള്ള ഒരുക്കമാണ്. പക്ഷെ അതിന് മുന്നോടിയായിട്ട് 2 സൗഹൃദ മത്സരങ്ങൾ കളിക്കുന്നു. ഒന്ന് ഇക്വഡോറിനെതിരെയും ഒന്ന് ഗോട്ടിമാലയ്ക്കെതിരെയും. അപ്പോൾ ആ മത്സരങ്ങൾക്കായിട്ടുള്ള ഒരുക്കമാണ്. 29 അംഗ സ്ക്വാഡ് ഉണ്ട് ഇപ്പോൾ. അതിൽ നിന്ന് 3 പേരെ കട്ട് ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഈ 2 മത്സരങ്ങൾ വളരെ വലിയ രൂപത്തിൽ നിരീക്ഷിക്കും സ്കലോനിയും സംഘവും. ഇപ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. TOC സ്പോർട്സ് ചില കാര്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അർജന്റീനയുടെ സ്ക്വാഡുമായി ബന്ധപ്പെട്ട് ചില താരങ്ങളുടെ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ സ്കലോനിയെ അലട്ടുന്നുണ്ട്. അവരെയാണ് ഇപ്പം വളരെ സൂക്ഷ്മമായിട്ട് അദ്ദേഹം നിരീക്ഷിക്കുന്നത്. ഒന്ന് എൻസോ ഫെർണാണ്ടസ്, അദ്ദേഹം സർജറി കഴിഞ്ഞ് ഇപ്പം വരുന്നേ ഉള്ളൂ. പിന്നെ നാക്കുവൽ മൊളീന, അദ്ദേഹം പരിക്കിൻ്റെ പ്രശ്നങ്ങളിൽ പെട്ടുഴലുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് താരങ്ങൾക്കും ചില പ്രശ്നങ്ങളുണ്ട്, നമുക്കറിയാം. അത് അക്യൂഞ്ഞക്കും മറ്റുമൊക്കെ പരിക്ക് മാറി എത്തുന്നതേ ഉള്ളൂ. അവരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാൻ തന്നെ ടീം തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും ഇക്വഡോറിനെതിരെയുള്ള ആദ്യ ഫ്രണ്ട്ലി മത്സരത്തിൽ ഇറങ്ങാൻ സാധ്യതയുള്ളവരുടെ ഒരു ലിസ്റ്റ് ഇപ്പം TOC സ്പോർട്സ് പുറത്തുവിട്ടിട്ടുണ്ട്. ആദ്യ 11 ആരൊക്കെ എന്നുള്ള ചോദ്യം. ഗോൾ കീപ്പറായിട്ട് എമി മാർട്ടിനസ് തന്നെയായിരിക്കും. ഡിഫൻസിൽ നാഹുൽ മൊളീന, ക്രിസ്ത്യൻ റൊമേറോ, നിക്കോളാസ് ഓട്ടാമെൻഡി, നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ എന്നിവർ ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. മധ്യനിരയിൽ റോഡ്രിഗോ ഡിബോൾ, എൻസോ ഫെർണാണ്ടസ്, അലക്സിസ് മെക്കലിസ്റ്റർ, ലയണൽ മെസ്സി എന്നിവരുണ്ടാവും. മുന്നേറ്റത്തിലാണ് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉള്ളത്. ലൗട്രോ മാർട്ടീനസോ ഹുലിയൻ ആൽവാരസോ, രണ്ടിലൊരാളെ കളിപ്പിക്കുകയുള്ളൂ. അതുപോലെ നിക്കോളാസ് ഗോൺസാലസോ ആംഗൽ ഡി മരിയയോ, രണ്ടിലൊരാളായിരിക്കും ആദ്യ 11 ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു മേഖലയിൽ ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട്. അത് സ്കലോനി തന്നെ കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ ഗെയിം ബൈ ഗെയിം ആയിട്ടായിരിക്കും കാര്യങ്ങളെ കാണുക. ലൗട്രോ നല്ല ഫോമിലാണ്. ഹുലിയൻ ആൽവാരസ് നേരത്തെ ടീമിന് വേണ്ടി നന്നായിട്ട് കളിച്ചിട്ടുള്ള ആളാണ്. 2 പേരെയും പരിഗണിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അർജന്റീനയുടെ മത്സരങ്ങൾക്കായിട്ട് കാത്തിരിക്കുകയാണ് വേൾഡ് ചാമ്പ്യന്മാരുടെ ആരാധകർ. എന്തായാലും ഈ ഒരു കോപ്പ അമേരിക്കയ്ക്ക് മുന്നോടിയായിട്ട് 2 മത്സരങ്ങൾ അവർ കളിക്കുന്നതിലെ ആദ്യ കളി തൊട്ടടുത്തെത്തി കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇക്വഡോറിനെതിരെ അവർ കളിക്കുന്നത് 9-ാം തീയതിയാണ്. ഇന്ത്യൻ സമയം പറയുമ്പോൾ 10-ാം തീയതി പുലർച്ചെ 4:30. അതിനുശേഷം ഗോട്ടിമാലയ്ക്കെതിരെ കളിക്കുന്നു. ആ കളി 14-ാം തീയതിയാണ്. പക്ഷേ ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂൺ 15 പുലർച്ചെ 5:30 ആ കളി നടക്കുക. പിന്നെ കോപ്പ അമേരിക്കയിലെ ആദ്യ മത്സരം അത് കാനഡയ്ക്കെതിരെ ജൂൺ 21 പുലർച്ചെ 5:30. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.